ഇനി വേണ്ട, ഈ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ കൈമുറിച്ചു മാറ്റപ്പെട്ട ഒരു പാവപ്പെട്ട കുട്ടി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞ്. ആ കുഞ്ഞ് നിലത്തൊന്ന് വീണതാണ്. നിലത്തൊന്ന് വീണാൽ പ്ലാസ്റ്റർ ചെയ്യാം, നിലത്തൊന്ന് വീണാൽ ബാൻഡേജ് കെട്ടാം, നിലത്തൊന്ന് വീണാൽ വേണമെങ്കിൽ ഒരു സ്ലിംഗ് ഇടാം, നിലത്തൊന്ന് വീണാൽ ഇനി അത് ഗുരുതരമാണെങ്കിൽ ശസ്ത്രക്രിയ നടത്താം, വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്ലേറ്റ് ഇടാം. എന്ത് ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നിരിക്കെ ഒരു പ്ലാസ്റ്റർ മാത്രം ഇട്ടിട്ട് കൈയിനകത്ത് വേദനിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അതൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ പാവപ്പെട്ടവരെ തിരിച്ചയച്ച ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയുടെയും അഹങ്കാരത്തിന്റെയും ചിഹ്നം. ആ കുട്ടി പിന്നീട് അത് ഗുരുതരമായിട്ട് ഇവിടെ വന്നപ്പോ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഞാൻ കണ്ടിരുന്നു ആ കുട്ടിയെ കഴിഞ്ഞ ദിവസം പുതുക യാത്രയിൽ. കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നു. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുന്ന ഗവൺമെന്റിനോട് ഞങ്ങൾ ചോദിക്കുന്നു, ഈ സർക്കാർ ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്ന പാവങ്ങൾ, ആ പാവങ്ങളിൽ ഒന്നിന്റെ വീട്ടിൽ മുറ്റത്തോടിക്കളിക്കേണ്ട കുട്ടി ഒന്ന് വീണപ്പോ അതിന്റെ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നിട്ട് ആ കുട്ടിയെയും കുടുംബത്തെയും പൂർണ്ണമായി ഏറ്റെടുക്കുന്നതിന് പകരം ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് പ്രസംഗിക്കാൻ ഒരു മന്ത്രിയെ ഇനി കേരളത്തിന് വേണ്ട എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കും. ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ കുട്ടിയുടെ കൈ കൃത്രിമ കൈകൾ വെച്ചു കൊടുത്തത് ആരാ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുൻകൈ എടുത്തിട്ട്. എവിടെയാ ഗവൺമെന്റിന്റെ ഇടപെടൽ? എവിടെയാ ഗവൺമെന്റിന്റെ ഇടപെടൽ? ആ കുടുംബത്തിന് വീട് വെക്കാൻ സ്ഥലം വാങ്ങി കൊടുക്കുന്നത് ആരാ? ആ കുടുംബത്തിന്റെ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നത് ആരാ? അതാണ് ആ കുരുന്നിന്റെ അമ്മ ഇന്നലെ വേദനയോടെ പറഞ്ഞത്. എന്റെ പൊന്നുമോൾ അനുഭവിച്ച വേദനയൊന്നും കൊതുകടിച്ചാൽ ഉണ്ടാവില്ല എന്ന് ആ കുഞ്ഞിന്റെ അമ്മ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതികരിച്ചത് കേരളീയ പൊതുസമൂഹത്തോടല്ല, അത് ആരോഗ്യമന്ത്രിയുടെയും പിണറായി വിജയന്റെയും മുഖത്ത് നോക്കി പറഞ്ഞതായിട്ടാണ് ഈ കേരളീയ പൊതുസമൂഹത്തിന് തോന്നുന്നത്. കൈകൾ അങ്ങ് മുറിച്ചു മാറ്റുക എന്നാ മാറ്റിയിട്ട് അതിന്റെ ശേഷമുള്ള കാര്യങ്ങളും ഈ സർക്കാർ എന്ന് പറയുന്ന ഇവന്മാർ ഏറ്റെടുക്കണ്ടേ? പരസ്യത്തിന് കൊടുക്കാൻ 100 കോടി, കിഫ്ബിയിൽ നിന്ന് മാത്രം 100 കണക്കിന് കോടിയുടെ പരസ്യം. നിങ്ങൾ ആലോചിക്കണം. സിനിമാ നടന്മാരെ വെച്ച് നിങ്ങളെ ഇന്റർവ്യൂ നരേന്ദ്രമോദിക്ക് പഠിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു, ഒരു ഇന്റർവ്യൂവിനും ഇനി നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരൊരു ഇന്റർവ്യൂ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന്റെ റിസൾട്ട് അവർ പുറത്തുവിടും. അപ്പൊ അത് ടെലികാസ്റ്റ് ചെയ്യും. അപ്പൊ അറിയാം ഈ പറയുന്ന കാര്യങ്ങൾ. അത്രയും വലിയ വീഴ്ചകളുടെ പരമ്പരകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. മരുന്നിന് വേണ്ടി, ചികിത്സക്ക് വേണ്ടി, ബെഡിന് വേണ്ടി, ഓരോ തരത്തിലും. നിങ്ങളവിടെ കൈ വീണിട്ട് നാവിന് ഓപ്പറേഷൻ ചെയ്ത വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിക്കേണ്ടി വന്നത്, അല്ലേ? കയ്യെ വീണിട്ട് കൈ പരിക്ക് പറ്റി പോയിട്ട് നാവിന് ഓപ്പറേഷൻ ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിക്കേണ്ടി വന്നത്. ഞാൻ പറയുന്നത്, എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവണം. കടുക് മണിയോളമുള്ള കാര്യങ്ങളുടെ ക്രെഡിറ്റ് അടിച്ച് ഫ്ലക്സ് വെക്കാൻ മടിയില്ലാത്ത ആളുകൾ മുടിനാരയോളമുള്ള വീഴ്ചകളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കൂ. കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കൂ. നിങ്ങൾ ആ ബിന്ദു എന്ന് പറയുന്ന സഹോദരിയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും വലിയ ഇരയാണ് ആ ബിന്ദു എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരി. അത് കോട്ടയത്തെ മെഡിക്കൽ കോളേജിലല്ലേ, അല്ലേ? ആ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നപ്പോ അവിടെ ആരുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് രണ്ട് മന്ത്രിമാർ അവിടെ നിന്നിട്ട് പറയാം. അപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു വീഴ്ചയില്ല എന്ന് പറയാനുള്ള വ്യഗ്രതയാ. എന്നാ ഒരു പരിശോധന നടത്തിയിട്ട് അത് പറയായിരുന്നെങ്കിൽ, അപ്പൊ തന്നെ അവർ പരിശോധിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരിയുടെ ജീവൻ അത് രക്ഷിക്കപ്പെടുമായിരുന്നു. അപ്പം മന്ത്രിമാര് തന്നെ എഴുന്നേറ്റ് എന്നിട്ട് പറയാ അവിടെ ഒന്നുമില്ല. ആ ഒരു വാക്ക് പറയാതെ അവിടെ പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഒരു മകൻ അമ്മ ഉണ്ടാകുമായിരുന്നു, ഒരു ഭർത്താവിന് ഭാര്യ ഉണ്ടാകുമായിരുന്നു, ഒരു സഹോദരങ്ങൾക്ക് സഹോദരി ഉണ്ടാകുമായിരുന്നു. അതുമില്ലാതായത് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. അതാണ് ഈ ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ചോദിക്കുക ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇനി നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, തെറ്റ് ഞങ്ങളുടെയാണ്, അത് ഞങ്ങൾ തിരുത്തുമെന്ന് ജനങ്ങൾ പറയുന്നത് ആ സാഹചര്യത്തിലാണ്. ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പോ സിസ്റ്റം ഫെയിലിയർ എന്നാണ് വേറൊരു ഓമന പേര്. സിസ്റ്റം ഫെയിലിയർ.
10 വർഷം തുടർച്ചയായി സിസ്റ്റം നന്നാക്കാൻ വേണ്ടി അവസരം കിട്ടി എത്ര ഗവൺമെന്റ് കേരളത്തിലുണ്ട്? 10 വർഷം തുടർച്ചയായി എത്ര ഗവൺമെന്റ് കേരളത്തിലുണ്ട്? 10 വർഷം തുടർച്ചയായി സുനന്ദേ സിസ്റ്റം നന്നാക്കാൻ അവസരം കിട്ടി എത്ര ഗവൺമെന്റ് കേരളത്തിലുണ്ട്? 10 വർഷം നന്നാക്കാൻ അവസരം കിട്ടിയ ഗവൺമെന്റുകൾ തുടർച്ചയായി കേരളത്തിൽ ഇല്ലാത്തപ്പോ ആ 10 വർഷം കൊണ്ടും ഈ സിസ്റ്റം ഒന്നും നേരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങൾ തിരിച്ചറിയണം, ഏറ്റവും വലിയ ഫെയിലിയർ നിങ്ങൾ തന്നെയാണ് എന്നുള്ളത്. സിസ്റ്റത്തെ പരാജയപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയണം. അതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. പിന്നെ ഇവിടുത്തെ സ്വകാര്യ ചികിത്സയുടെ ചെലവ് വർദ്ധിക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ സംശയിക്കുന്നത് സ്വകാര്യ ആരോഗ്യ ഭീമന്മാരുടെ ബ്രാൻഡ് അംബാസഡർമാരാണ് ഈ ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. 2 തരത്തിൽ ഒന്നും നിരന്തരം ഉണ്ടാവുന്ന വീഴ്ചകളിൽ കൃത്യമായ ഇടപെടൽ നടത്താനോ അത് ഏറ്റെടുക്കാനോ ഉത്തരവാദിത്തം എടുക്കാനോ തിരുത്താനോ തയ്യാറാവാതെ അത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കെതിരെയുള്ള ആക്രോശം, അവരെ അടിച്ചൊതുക്കാനും കള്ളക്കേസെടുത്ത് ഉള്ളിലിടാനുമുള്ള അതുപോലെ തന്നെ നാടകങ്ങൾ, അതൊരു വശത്ത്. 2, ഇവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയ ഉടനെ പോകുന്നത് അമേരിക്കയിലേക്കല്ലേ? എല്ലാവർക്കും പറ്റുമോ? എല്ലാരെ കൊണ്ടും സാധിക്കുമോ? അപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി എന്താ അവിടുത്തെ കമ്പനികൾക്ക് നല്ല സ്കോപ്പ് ഉണ്ടെന്നാ തോന്നുന്നത്. കാരണം ഇവിടുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കയറി അവിടെ വരുമ്പോ ഇതിനൊക്കെ പണം മുടക്കിയാലും തിരിച്ചു കിട്ടുമെന്നുള്ള പേരിൽ ഇവിടെയുള്ള ആശുപത്രികളെല്ലാം കോർപ്പറേറ്റ് ഭീമന്മാര് വാങ്ങിക്കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോ നോക്കുകുത്തിയായിട്ട് ഒരു ഗവൺമെന്റ് ഇവിടെ നിൽക്കുകയാണ്.